അപ്പോൾ നമ്മൾ ഒരുവിധം ആ കയറ്റം എങ്ങനെയൊക്കെ ഞാൻ കയറ്റി വന്നു കേട്ടോ. വണ്ടി വലിയ നല്ല കുറവാണ്, അതുകൊണ്ട് തന്നെ കയറൽ കുറച്ച് റിസ്ക് ആയിരുന്നു. ഒരുവിധം കയറ്റി മേലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ ആ ഇരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ വ്യൂ കാണിച്ചു തന്നല്ലോ, ആ സ്ഥലത്ത് ആണ് അമ്മവും കുട്ടി ഇരുന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് വണ്ടിയിൽ അവർ കയറ്റി കുറച്ച് ദൂരം മേലേക്ക് കയറി. അപ്പോൾ ഒരു മല മറയുകയാണ് കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു മല നമ്മൾ കവർ ചെയ്ത് പോരുകയാണ്. കവർ ചെയ്ത് പോകുന്ന കുറച്ച് ദൂരം മേലേക്ക് എത്തിയ നല്ല റോഡുണ്ട്. അതായത് ആ ഉരുളുപൊട്ടലിന് മുമ്പ് റോഡ് ഇതേമാതിരി ആയിരുന്നു. അപ്പോൾ റോഡ് പോയത്. അപ്പോൾ നല്ല റോട്ടിക്ക് എത്താം. നല്ല റോട്ടിക്ക് എത്തിയതും നമ്മൾ ആ ഒരു മല മറഞ്ഞു കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ഫസ്റ്റ് വളവിലാണ്. ഫസ്റ്റ് ആ ഒരു എന്താ പറയാ, ആ മണ്ണിടിച്ചിൽ കഴിഞ്ഞ് വരുന്ന ആ ഒരു വ്യൂ ഒരു രക്ഷയില്ല. ഒമ്പാര് വ്യൂ ആട്ടോ. ഇങ്ങനത്തെ നല്ലൊരു വ്യൂ നിങ്ങൾ എവിടെ ഞാൻ ചേരാ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. ആ എരുമേക്കറാണ്. നമ്മൾ ഫോണിൽ കാണുമ്പോൾ എത്ര ക്ലിയർ ആവുമെന്ന് മനസ്സിലാവില്ല കേട്ടോ. പക്ഷേ കണ്ണുകൊണ്ട് കാണുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. അട്ടപ്പാടിൽ ഇത്രയും മലനിരകളെ നിരനിരയായിട്ട് അടുപ്പിച്ച് കാണുന്ന വേറൊരു സ്ഥലമല്ല എന്ന് തന്നെ പറയാം. അത്രയും സൂപ്പറായ സ്ഥലമാണ്. ആ ദൂരത്ത് കാണുന്നത് നമ്മുടെ ഊട്ടിയാണ്. ആ അറ്റത്ത് ആ കോട മൂടി കിടക്കുന്ന സ്ഥലം, ആ കോട മൂടി കിടക്കുന്ന അറ്റത്ത് കോട മൂടി കിടക്കുന്ന സ്ഥലം നമ്മുടെ ഊട്ടിയാണ്. ഇതതിന്റെ താഴെയുള്ള സ്ഥലങ്ങളാട്ടോ. ഇത് നമ്മുടെ ഭൂതാർ ഗ്രാമമാണ്. ആ ഒരു കയറ്റത്തിന് പേടിച്ചിട്ട് വരാതിരുന്നാലേ ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ മിസ്സാവും. ആ ഒരു കയറ്റത്തിന് നമ്മൾ എങ്ങനെയെങ്കിലും തരണം ചെയ്തിട്ട് കയറി വരണം, അല്ലെങ്കിൽ ഈ ഒരു കാഴ്ച നമുക്ക് മിസ്സായി പോവും. ഒരിക്കലും മിസ്സാവാൻ പാടില്ലാത്ത അത്രയും സൂപ്പറായൊരു കാഴ്ചയാണിത്. അട്ടപ്പാടി ഇങ്ങനെ കാഴ്ച നിങ്ങൾക്ക് എവിടെ പോലും കാണാൻ കഴിയില്ല, അത്ര സൂപ്പറാണ്.